ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ബീഫ് കറി ട്രൈ ചെയ്ത് നോക്കിയാലോ. ആട്ടിൻകാലും ബീഫും ചേർത്ത് നമുക്ക് ഒരു അടിപൊളി ബീഫ് കറി ഇന്ന് ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണണം. ഞാനിവിടെ ആദ്യമായി ഒരു കുക്കർ എടുത്ത് അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ആട്ടിൻകാല് ഇട്ട് കൊടുക്കുന്നുണ്ട്. അധികമൊന്നും വേണ്ട കേട്ടോ, കുറച്ച് മതി. നമ്മൾ ബീഫ് കറിയാണ് വെക്കുന്നത്, അപ്പോൾ കുറച്ച് ആട്ടിൻകാലേ ആവശ്യമുള്ളൂ. എന്നിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും പിന്നെ ആട്ടിൻകാല് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്ത് ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് ഹൈ ഫ്ലെയിമിലിട്ട് ഒരു വിസിലും പിന്നെ ലോ ഫ്ലെയിമിലിട്ട് ഒരു 5 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ നമ്മളിന്ന് നാടൻ സ്റ്റൈലാണ് കേട്ടോ ബീഫ് കറി വെക്കുന്നത്. അപ്പോൾ അതിനായി ഞാനൊരു മൺചട്ടി എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച 1 കിലോ ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് യൂസ് ചെയ്യുന്നത് ഒരു 200 ഗ്രാം ചെറിയുള്ളിയാണ്. നമ്മളിതിൽ സവാള ആഡ് ചെയ്യുന്നില്ല, ഫുള്ള് ചെറിയുള്ളിയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 മീഡിയം സൈസ് തക്കാളി നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആട്ടിൻകാല് വേവിക്കുമ്പോൾ കുറച്ചിട്ടതാണ്, അപ്പോൾ അതിൻ്റെ ബാക്കി ഇതിൽ ചേർത്ത് കൊടുക്കണം. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതും 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് ഗരം മസാല നമുക്ക് ലാസ്റ്റ് ഒന്നുകൂടെ ചേർക്കാനുണ്ട്, അപ്പോൾ കുറച്ച് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് 2-3 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് കൈകൊണ്ട് ആദ്യം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഞാൻ ബീഫ് വേവാൻ ആവശ്യത്തിനായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട്. നിങ്ങളുടെ ബീഫിൻ്റെ വേവിനനുസരിച്ച് നിങ്ങൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക. നല്ല വേവുള്ള ബീഫൊക്കെ ആണെങ്കിൽ ഈ വെള്ളം മതിയാവില്ല, അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ വെക്കാം. നാടൻ രീതിയിൽ വെക്കുന്നത് കൊണ്ട് തന്നെ ഞാനിത് വിറകടുപ്പിലാണ് വെക്കുന്നത്. വിറകടുപ്പിൽ വെച്ച് നമുക്ക് സ്ലോ കുക്ക് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇതുപോലൊരു അലുമിനിയത്തിൻ്റെ മൂടിയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ആട്ടുംകാൽ വേവിക്കാൻ വെച്ചതൊക്കെ നന്നായി കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് ഹാഫ് കുക്കായിട്ടുള്ള ബീഫ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഞാൻ ആട്ടുംകാൽ വേവിച്ചതൊക്കെ ബീഫ് കറിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇനി ഇത് രണ്ടും കൂടെ നന്നായി കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ച് കുറച്ച് നേരം കൂടെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. ആട്ടുംകാലും ബീഫും എല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇറക്കി വെക്കാം. ഇപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഗരം മസാലയും ചേർത്ത് ഒന്ന് താളിച്ചെടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് കുറച്ച് നേരം മൂടി വയ്ക്കാം. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ബീഫ് കറി വെക്കുന്നവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ സ്റ്റൈൽ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ, നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഇതുപോലെയുള്ള കിഡിലൻ റെസിപ്പിയുമായിട്ട് കാണുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.